ഹലോ വ്യൂവേഴ്സ്, പുലക്കാട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു തക്കാളി രസത്തിൻ്റെ. ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയും പിന്നെ കോൾഡൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ കഴിക്കാൻ നല്ലതാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് വെച്ചാൽ 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വാളംപുളി ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുത്തിട്ടുണ്ട്. നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ്. പിന്നെ അതിലേക്ക് ചതയ്ക്കാനായിട്ട് ഒരു 1.5 ടീസ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയാണെങ്കിൽ 1 സ്പൂൺ എടുത്താൽ മതി. പിന്നെ വെളുത്തുള്ളി ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം ഒരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ചതയ്ക്കാനാണ് കേട്ടോ. ഇതും പിന്നെ തക്കാളിയും കൂടി നമുക്ക് ചതച്ചെടുക്കണം. പിന്നെ മുളക് പൊടി ഒരു 1/2 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇൻഗ്രീഡിയൻസ് ഈ സാമ്പാർ പൗഡറിൻ്റെ ഒരു 1/4 സ്പൂണ് സാമ്പാർ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ രസത്തിന്. പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കാനായിട്ട് കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം കായം എടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര സാധനങ്ങളാണ് നമ്മുടെ ഈ രസം വയ്ക്കാനായിട്ട് വേണ്ടത്. അപ്പം ആദ്യം നമുക്ക് ഈ മല്ലിയും മുളകും കുരുമുളക് പൊടിയും ജീരകവും എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ പച്ചമുളക് ഇങ്ങനെ മുറിച്ചിട്ട് ഇടണം കേട്ടോ. ഇനി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. കായം ഞാൻ പറയാൻ മറന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കഷ്ണം കട്ടി കായാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. എപ്പോഴും കായത്തിൻ്റെ പൗഡറിനെക്കാട്ടിലും എനിക്കിഷ്ടം കായപ്പൊടിയാണ്. അപ്പോൾ ഈ മിക്സിയിലിട്ടിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചെടുത്തു. ഇതേമാതിരി നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ട് അതിലേക്ക് നമുക്ക് ആ ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാൻ. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 2 കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ പുളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ തിരുമ്പി പിഴിഞ്ഞ പുളി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ കായം നമ്മൾ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അത് കായം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് മിക്സിയിലിട്ട് നമ്മൾ ചതച്ചെടുത്തില്ലേ, അതും കൂടി തക്കാളി മല്ലി പിന്നെ പച്ചമുളക് വെളുത്തുള്ളി കുരുമുളക് ഇതെല്ലാം കൂടി ജീരകം ഇതും കൂടി ചതച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് ഇതിങ്ങനെ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആ സാമ്പാർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ സാമ്പാർ പൗഡർ ഇട്ടാൽ മതി കേട്ടോ. ഇതെൻ്റെ ചേച്ചി പറഞ്ഞതെന്നാണ്. അവരിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പറഞ്ഞപ്പോൾ ഞാനും കൂടി ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി ഈ സാമ്പാർ പൗഡർ ഇട്ടപ്പോൾ.
ഇനി അതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അതിനായിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ അടപ്പൊന്ന് തുറന്ന് കൊടുത്തിട്ട് നോക്കാം. മല്ലിയിലയുടെ മണം പോവാതിരിക്കാനാണ് കേട്ടോ നമ്മളതൊന്ന് അടച്ചത്. ഇപ്പം നമ്മുടെ രസം റെഡിയായി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ രസം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.